പൊട്ടുമോ പൊട്ടത്തില്ലയോ എൻ്റെ ഒരു സംശയം, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ സംശയം. ആര് പൊട്ടുമെന്ന്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? മുല്ലപ്പെരിയാർ അതൊരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ, പത്രങ്ങൾ, ഓൺലൈൻ ചാനലുകളിലാണ് ഘോരഘോരം ചർച്ചകളാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും 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 എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം ആളുകളെ പേടിപ്പിക്കുന്നു. വെള്ളം കുത്തിയൊലിച്ച് വരുമെന്ന് പറഞ്ഞു. അതെ അതെ, ഈ നമ്മളിരിക്കുന്ന എറണാകുളത്തെ സ്റ്റുഡിയോ പോലും കാണില്ല, നമ്മൾ അറബിക്കടലിൽ ലക്ഷദ്വീപിലൊക്കെ പോയി ചേരുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ മുല്ലപ്പെരിയാർ പൊട്ടുമില്ലയെന്ന്. ഞാനിങ്ങനെ പറയാനാ, സീനിന് പറയാൻ പറ്റും. എനിക്ക് എൻ്റെ വിവരം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന്. എനിക്കറിയില്ല പറയാം. നമ്മുടെ കൂട്ടത്തിലുള്ള എഞ്ചിനീയറായ TG മോഹൻദാസ് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടൂല്ല എന്നാണ്. പൊട്ടൂല. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജസ്റ്റിസ് KT തോമസ് ഇതിനെക്കുറിച്ച് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അദ്ദേഹം കമ്മീഷനൊക്കെ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരു കാരണവശാലും പൊട്ടില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത്. എന്നാലും ആളുകൾ പറയുന്നത് കാലങ്ങളായുള്ള പ്രചാരണം ഈ ഡാം പൊട്ടും. കാരണം ഓരോ നിർമ്മിതിക്കും കാലാവധിയുണ്ട്. കാലാവധി കഴിഞ്ഞാൽ സ്വാഭാവികമായും കൊളാപ്സ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ 100 വർഷമൊക്കെ നൂറ്റാണ്ട് പിന്നിടുന്ന ഡാമാണ്. അതുകൊണ്ട് അതും തകർന്നു പോകും എന്നാണ് ലോജിക്കലി പറയുന്നത്. കേൾക്കുമ്പോൾ ലോജിക്കാണെന്ന് തോന്നും. എന്നാൽ പൊട്ടില്ല എന്ന് പറയുന്ന വാദക്കാരും ഉണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയുന്ന അവരൊക്കെ തമിഴ്നാടിൻ്റെ കാശ് മേടിച്ചിട്ട് ഇത് പൊട്ടില്ല, തമിഴ്നാടിന് വേണ്ടി നമ്മുടെ 4-5 ജില്ലകളിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വിടുന്ന ആളുകളെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമീപകാലത്ത് ഞാനൊരു വളരെ വ്യത്യസ്തമായൊരു വാദം കണ്ടു. സോഷ്യൽ മീഡിയയിലാണ്. മനോജ് ബ്രൈറ്റ് എന്നൊരാളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മനോജ് ബ്രൈറ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എനിക്ക് പരിചയമൊന്നുമില്ല. പ്രൊഫൈലിൽ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ദന്തൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ പല വിഷയങ്ങളിലും ആധികാരികമായ പോസ്റ്റുകളിടുന്ന, കൺവിൻസിംഗ് ആയ, നമുക്ക് എന്താ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറിപ്പുകൾ, ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ലേഖനം കണ്ടു. മുല്ലപ്പെരിയാർ ഡാം തകരുമോ എന്നാണ് ലേഖനത്തിൻ്റെ വിഷയം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈജിപ്തിൽ പിരമിഡുകളുണ്ട്. 5000 വർഷത്തിലേറെ ആയിട്ടുള്ള പിരമിഡുകൾക്ക് ഒരു നാശം ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്നത് അതിൻ്റെ ആകൃതിയാണ്. ആകൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഉയരത്തിനേക്കാളും കൂടുതലാണ് അതിൻ്റെ വിസ്തൃതി. ശരിയല്ലേ? പിരമിഡിൻ്റെ ഷേപ്പ് ത്രികോണാകൃതിയിലിരിക്കുന്നു. മൊത്തത്തിലുള്ള ഉയരത്തേക്കാൾ കൂടുതൽ വിസ്തൃതി അടിഭാഗത്തുണ്ട്. അതെ. തമിഴ്നാട്ടിലെ ബൃഹദേശ്വര ക്ഷേത്രം ഇത് ഒരിക്കലും തകരാത്ത വല്ലാത്തൊരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നൊക്കെ പറയാറുണ്ട്. കാരണം അതിൻ്റെ നിഴൽ തറയിൽ വീഴില്ല, പിരമിഡിൻ്റെ നിഴലും വീഴില്ല. അതിൻ്റെ നിർമ്മിതി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ബൃഹദേശ്വര ക്ഷേത്രം തകർന്നു വീഴുന്നില്ല, ഇത്രയും വർഷമായല്ലോ എന്നൊക്കെ പറയുന്നതിന് പിന്നിലുള്ള ഒരു കാരണവും അതൊരു പിരമിഡ് രൂപത്തിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിരമിഡ് രൂപത്തിലുണ്ടായിരിക്കുന്ന പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അതെ. അങ്ങനെയുള്ള ആ പിരമിഡുകൾ 5000 വർഷമായിട്ടും ഒരു കേടുപാടും കൂടാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നിർമ്മിതിയുടെ രൂപമാണ്. അപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതും ഏതാണ്ട് ഒരു മുറിച്ചു വെച്ച പിരമിഡിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് ഈ പിരമിഡുകൾ നിൽക്കുന്നത് പോലെ ഇതും സുസ്ഥിരമായി നിലകൊള്ളും എന്നാണ് മനോജ് ബ്രൈറ്റ് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. അപ്പോൾ അത് ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലേക്ക് പോകാം, കുറിപ്പ് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് സംസാരിക്കാം. തുടക്കം മുതൽ വായിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ പോലും റിപ്പറ്റീഷൻ ആണെങ്കിൽ പോലും ഇൻഫോർമേറ്റീവാണ്. അതെ. കാരണം ഈ ആളുകളുടെ ഉള്ളിലുള്ള ആശങ്കയൊന്നും മാറണമല്ലോ. ആളുകൾക്ക് കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ തകരും എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വർഷം സുർക്കി കൊണ്ടുണ്ടാക്കിയതാണ്, വെള്ളം ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം ചോർന്നു പോകുന്നുണ്ട്, തമിഴ്നാട് ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഏത് നിർമ്മിതിയും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ തകർന്നു വീഴണം എന്ന് പറയുന്ന ഒരു വാദം പ്രബലമാണ്. കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നതാണ്. അതിൻ്റെ പേരിലാണ് ഇവിടെ ക്യാമ്പയിൻ മുഴുവൻ നടക്കുന്നത്. എതിർഭാഗത്ത് പറയാനുള്ളവർക്കും അവർ കുറേയൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും ആൾക്കും മനസ്സിലാവുന്നില്ല. വളരെ ടെക്നിക്കലായിട്ട് എഞ്ചിനീയർമാർ അവരുടെ സാങ്കേതിക വിദ്യയുടെ ഗ്രാവിറ്റി, ആ ഫോഴ്സ്, ഈ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതിലും ഭേദം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇത്രയും വർഷമായില്ലേ വെള്ളം ചോർന്നൊലിച്ചുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുകയല്ലേ, ഭയങ്കര ചോർച്ചയുണ്ട്, അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുമെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എളുപ്പം. മനുഷ്യൻ്റെ സഹജമായ ഒരു ഭയത്തിൻ്റെ ഒരു ഘടകം കൂടി അതിനകത്തുണ്ട്. ഏതായാലും മനോജ് ബ്രൈറ്റിൻ്റെ കുറിപ്പ് ഞാനിത് വായിക്കാം. സീനു കേൾക്കുക, പ്രേക്ഷകരും കേൾക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം. മുല്ലപ്പെരിയാർ ഡാം തകരുമോ? 5000-ഓളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതിയാണ് പിരമിഡുകൾ. എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്? ഒറ്റ വാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാവില്ല എന്ന് പറഞ്ഞാൽ 5000 വർഷം കഴിഞ്ഞാലും പിരമിഡ് തകർന്നു വീഴില്ല. കാരണം ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. വിശദീകരിക്കാം. നിങ്ങളൊരു ടിപ്പറിൽ കുറേ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക. എന്തായിരിക്കും അതിൻ്റെ രൂപം?
എന്തായിരിക്കും ടിപ്പറിൽ കൊണ്ടിടുമ്പോൾ ഒരു മല ഒരു കൽക്കൂന, അതായത് ഒരു പിരമിഡ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു കൽക്കൂന എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം. പിരമിഡ് പോലെ തന്നെ ഈ റോഡ് പണിക്ക് മെറ്റലും കല്ലും ഒക്കെ ഇറക്കിയിടുന്നതും അങ്ങനെയാണ്. ഉയരത്തെക്കാളും തറ വിസ്തൃതി കൂടുതൽ, അതുകൊണ്ട് അത് തകർന്നു വീഴത്തില്ല. അല്ലേ? മെറ്റൽ കൂട്ടിയിട്ട് അതേപടി കിടക്കും. റോഡ് പണിക്ക് ഇറക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിൽ കണ്ടിട്ടില്ലേ? അത് പിരമിഡ് രൂപമാണ്. പിരമിഡാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മണ്ണിറക്കിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചരലിറക്കിയിട്ടിരിക്കുന്നു, മെറ്റൽ ഇറക്കിയിട്ടിരിക്കുന്നു, അതൊരു പിരമിഡ് ഷേപ്പാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ്. കുറേ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം. നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ്. വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം. ആ കൽക്കൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപമാകാൻ കഴിയില്ല. വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ, ഇനി ഇൻ കേസ് തകർന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ, സ്വമേധയാ തകർന്നു പോയാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? വ്യവസ്ഥാപിതമല്ലാത്തൊരു കൽക്കൂമ്പാരം ഉണ്ടാവും. അപ്പോഴും അത് തകർന്ന് വീഴുന്നതും ഒരു പിരമിഡ് പോലെയായിരിക്കും. അപ്പോൾ ഒരു പിരമിഡ് ഏതെങ്കിലും പൊളിഞ്ഞു വീഴത്തില്ല. ഇനി പൊളിഞ്ഞു വീണാലും അതൊരു പിരമിഡ് പോലെ പൊളിഞ്ഞു വീഴത്തുള്ളൂ. അത്ര തന്നെ. നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം 1000 വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ്. അതും ഒരു പിരമിഡ് തന്നെയാണ്. അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട്. ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല. ഉയരത്തിനേക്കാളും തറയുടെ വിസ്തീർണം കൂടിയാൽ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല ഒന്നിൻ്റെ നിഴൽ പതിക്കില്ല. അങ്ങനെയാണ് ഉയരത്തെക്കാൾ തറ വിസ്തീർണം കൂടുതലാണെങ്കിൽ. 10 മീറ്ററാണ് ഉയരം, 25 മീറ്ററാണ് തറ വിസ്തീർണമെങ്കിൽ നിഴലുണ്ടാവില്ല. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം. അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ്. എന്നു വച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആണല്ലോ പിരമിഡ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ പാറകൾ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തി. ഡാമുകൾ, വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ്. അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം. കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റേത് പിരമിഡ് നെടുകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും. തൽക്കാലം നമുക്ക് അത് അവഗണിക്കാം എന്ന് മനോജ് പറയുന്നു. ഒരു 6 പാക്ക് ജിമ്മനെയും അതേ ഉയരമുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെ സങ്കല്പിക്കുക. ഒരു 6 പാക്ക് ജിമ്മനും ഒരു സുമോ ഗുസ്തിക്കാരനും നിൽക്കുന്നു. ആരെയായിരിക്കും എളുപ്പത്തിൽ തള്ളി വീഴ്ത്താൻ പറ്റുക? ആരെയായിരിക്കും? അല്ലെങ്കിൽ ഒരു പ്രതിമ, ഒരു മതിൽ സങ്കല്പിക്കുക. ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക. ഏതാണ് തള്ളി മറിച്ചിടാൻ കൂടുതൽ ബലം വേണ്ടത്? ഒരു മതിലാണോ ഒരു പിരമിഡാണോ? പിരമിഡാണ് അല്ലേ? ഉത്തരം വ്യക്തമാണ്. ഇതേ തത്വം തന്നെയാണ് പിരമിഡിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും വരാം. സത്യത്തിൽ ഇതൊക്കെ മനോജ് പറയുകയാണ്, സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. വെള്ളത്തിൻ്റെ അളവ് തന്നെ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന് കണക്ക് കൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ +2 പിള്ളേരും ഇത് തന്നെ പഠിക്കുന്നുണ്ട്. എനിക്കതേക്കുറിച്ച് പറയാൻ അറിയില്ല, എനിക്ക് കണക്കറിയില്ല. എങ്കിലും അതിലെ ഫാക്ച്വലായിട്ടുള്ള നമുക്ക് മനസ്സിലാകുന്ന മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ, അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഡാമിന് വെള്ളം തള്ളിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഡാം എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണം? ഡാമിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, കരുത്ത് കൂട്ടാൻ ചെയ്യേണ്ടത് എന്താണ്? ഡാമിൻ്റെ ഭാരം കൂട്ടണം, അല്ലേ? ഭാരം കൂട്ടുന്തോറും ഡാം കൂടുതൽ കരുത്തുള്ളതാവും. കുറേ കൂടി പാറകളും കോൺക്രീറ്റും അതിന് മുകളിൽ നിക്ഷേപിക്കുക. മുല്ലപ്പെരിയാറിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഡാമിൽ കുറേ കൂടി പാറകളൊക്കെ നിക്ഷേപിച്ച് കലാകാലങ്ങളിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. 100 കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമൻറ്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചത്. സുർക്കി, ചുണ്ണാമ്പെന്ന് പറയാൻ പറ്റില്ല, സുർക്കിയാണ്. ചുണ്ണാമ്പും ശർക്കരയും ഒക്കെ ചേർന്നൊരു മിശ്രിതമാണ്. നമ്മുടെ ആമയുടെ ചേർത്തുകൊണ്ടല്ലോ അതിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരുന്നത് സുർക്കി ഉണ്ടല്ലേ? ഇത്തവണ മറ്റേ JCB വെച്ച് ഇടിച്ചിട്ട് പൊട്ടിയില്ല. അതെ, ഭയങ്കര. അപ്പോൾ അതേപോലത്തുള്ള സുർക്കി കൊണ്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മിച്ചിരിക്കുന്നത്. അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം, തർക്കമൊന്നുമില്ല. മനോജ് ബ്രൈറ്റ് സമ്മതിക്കുന്നുണ്ട്. 2 രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും. ഒന്ന്, പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാം.
സുർക്കി പോകുമ്പോൾ പാറകൾ തമ്മിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ സുർക്കിയാണ് സിമെന്റ് തേക്കുന്ന പോലെ. അത് കുട്ടിപ്പിടുത്തം പോകാം, പാറകൾ ഇളകി ഒലിച്ചു പോകാം, പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിൻ്റെ ഭാരം കുറയാം, വെള്ളം അതിനെ തള്ളി മറിച്ചിട്ടേക്കാം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സിമെൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം, അല്ലേ? അപ്പോൾ പോയെടുത്ത് സിമെൻറ്റും കോൺക്രീറ്റും കൊണ്ട് വീണ്ടും കവർ ചെയ്യാം. കൂട്ടത്തിൽ ഡാമിൻ്റെ ചെരിവ് ഭാഗം കുറേ കൂട്ടിയെടുക്കാം. അതിൻ്റെ ചെരിവ് ഇത്തിരി കൂട്ടിയെടുക്കാം. ഇത് പറയുമ്പോഴത്തേക്ക് ഇടുക്കി ഡാമിൽ പോയിട്ടുണ്ടോ? ഇടുക്കി ഡാം എന്ന് പറയുന്നത് അതിൻ്റെ ആർച്ച് ഡാമാണ്. ആർച്ച് ഡാമാണ്. അത് പാമ്പിൻ്റെ പത്തി ഇരിക്കുന്ന പോലെയാണ് ഈ ഡാം ഇരിക്കുന്നത്. നമുക്കറിയാം ഡാമിൻ്റെ മറുഭാഗത്ത് വെള്ളമാണ്, അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഇറങ്ങാം. അതിന് താഴെ ഒരു KCBയുടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡാമിൻ്റെ പറ്റ പോകാൻ നമുക്ക് ആ ഭിത്തി ഒടിയുന്നത്. ഇടുക്കി ഡാമിന് ഷട്ടറില്ല. ഷട്ടറുള്ളത് ചെറുതോണിയിലാണ്. നമുക്ക് ഇടുക്കി നിൽക്കുമ്പോൾ കാണാം ദൂരെ ഇടുക്കി ഡാം തുറന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും തുറക്കുന്നത് ചെറുതോണി ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ താഴെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഒരു KCBയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇതിൻ്റെ മുകളിലൊരു ഭാഗം കണ്ടോ, അവിടെ ഒരു ഭാഗത്ത് കളർ വ്യത്യാസമുണ്ട്, ഇങ്ങനെ ഒരു പാമ്പിൻ്റെ പത്തി പോലെയുണ്ട്. അതായത് ആ ഭാഗത്ത് ഒരിക്കലും മഴ പതിക്കില്ല. കാരണം അവിടെ ഒരു ചെരിവുണ്ട്. മഴ പെയ്താൽ അവിടെ നനയില്ല. അത്രയും ഭാഗത്ത് ഒരു കളർ ചേഞ്ചിൽ ഒരു V ഷേപ്പ് കാണാം, ഒരു സർപ്പത്തിൻ്റെ പത്തി പോലെ. അത് മാത്രമല്ല ഈ ഇടുക്കി ഡാമിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. വെള്ളം അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ വന്നാൽ ഡാം ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടി വെള്ളം അബ്സോർവ് ചെയ്യും. അതിലും കൂടുതൽ വെള്ളം വന്നാലാണ് ഡാം അപകടസ്ഥിതിയിലെത്തുക. അപ്പോൾ ഡാമിൻ്റെ താഴെ ഒരു ഇല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇടുക്കി ഡാമിന് അകത്തുകൂടി ഇറങ്ങാനുള്ള ലിഫ്റ്റുകളുണ്ട്. കുറത്തി മലയ്ക്കകത്തും ലിഫ്റ്റുണ്ട്. ഞാൻ അതിനകത്ത് കയറിയിട്ടില്ല. കാരണം അത് ഈ ഹൃദയാഘാതവും പേടിയൊക്കെ ഉള്ളൊരു ഇറങ്ങരുതെന്ന് പറഞ്ഞ കാരണം ഞാൻ കയറിയില്ല. അത് ഭീകരാവസ്ഥയാണ്. നമുക്ക് KCBയുടെ ഒക്കെ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പറ്റുന്ന കാര്യങ്ങളല്ല. ഡാമിൻ്റെ ഉള്ളിലെ കുറത്തി മലയ്ക്കുള്ളിലെ ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങാമെന്നുള്ള. അങ്ങനെ ഇറങ്ങാൻ അവസരം കിട്ടിയിട്ട് ഇറങ്ങാതെ നിന്നൊരു പേടിത്തൊണ്ടനാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ഈ ഡാമിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരിക്കലും ഇടുക്കി ഡാമിനെ കുറിച്ച് സംശയമില്ല. കാരണം അത് ഏറ്റവും വലിയ സാങ്കേതികവിദ്യ ഇലാസ്റ്റിസിറ്റി ഉള്ള ഡാമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഈ ഡാമിൻ്റെ താഴെ ഉള്ള ഡാം വാളിന് താഴെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയം വരും. അപ്പുറത്ത് കടൽ പോലെ വെള്ളം, കോടിക്കണക്കിന് ലിറ്റർ വെള്ളം, അതെങ്ങാനും പോയാൽ നമുക്ക് ഒരു ഉൾക്കിടിലൊക്കെ ഉണ്ടാകും. പക്ഷേ KCB വളരെ കാവ്യാത്മകമായി അവിടെ പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സിമെൻറ്റ് ബെഞ്ചുകളൊക്കെ. കുറച്ച് വർഷം മുമ്പാണ് ഞാൻ പോയി. ഇപ്പോഴും അതുണ്ടാവുമെന്ന് വരുന്നു. അങ്ങോട്ട് ഇപ്പോൾ പബ്ലിക്കിന് പ്രവേശനം ഉണ്ടോ എന്ന് സംശയം, ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഓണം അങ്ങനെ വിശേഷ അവസരങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ഡാമിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാം, അല്ലാതെ പറ്റില്ല. ഈ ഡാമിൻ്റെ താഴത്തുള്ള പാർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കോവിഡിന് ശേഷം ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കുറച്ചുകൂടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാം? ഈ ഡാമിനെ ബലപ്പെടുത്താൻ സിമെൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് ഡാമിനെ പൊതിയാം. അല്ലെങ്കിൽ ഡാമിൻ്റെ ചെരിവ് ഭാഗം കുറേ കൂടി കൂട്ടിയെടുക്കാം. ഈ ചെരിവ് ഭാഗം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടുക്കിയുടെ ഈ ചെരിവ് പറഞ്ഞത്. ഇതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചു പോകില്ല. അതായത് കോൺക്രീറ്റ് പൊതിയുമ്പോൾ അകത്തുള്ള വസ്തുക്കൾ, കല്ലും കട്ടയൊക്കെ ഒലിച്ചു പോകില്ല. ഡാമിൻ്റെ മൊത്തം ഭാരം കൂടുതൽ സേഫ് ആവും. ഡാമിൻ്റെ തറ വിസ്തീർണം കൂടും. അതായത് തറ വിസ്തീർതിയാണ് ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞത്. ആ തറ വിസ്തൃതി കൂടുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി. ഇത് 3ഉം ഡാമിനെ ബലപ്പെടുത്തും. അപ്പോൾ മനോജ് ബ്രാക്കറ്റിൽ പറയുന്നു ഇതും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത്, വെള്ളത്തിൻ്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട്. ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിൻ്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക. അതായത് ഡാമിൻ്റെ മുകൾ തട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഉരുക്ക് കേബിളുകൾ ഇറക്കി അതിൻ്റെ ബേസ്മെൻറ്റിലെ പാറകളിലേക്ക് ഘടിപ്പിക്കുക. വെള്ളത്തിൻ്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഉദാഹരണത്തിലൂടെ വ്യക്തമാകാം. നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ പിറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും. നമ്മൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടത്തിൽ ബലമായി വലിച്ചു പിടിച്ചാൽ നമ്മളെ പിന്നിലേക്ക് തള്ളി മറിച്ചിടാൻ പാടെ. നമ്മൾ നോക്കൂ, അവിടെ ഒരു തറയിലൊരു വടം ഫിറ്റ് ചെയ്തിരിക്കുന്നു, ഞാനിങ്ങനെ വലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് എന്നെ പുറകോട്ട് ഇടാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇതേ കാര്യം ഇടുക്കി ചെയ്തിട്ടുണ്ട്. ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം. മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല. മനോജ് അർത്ഥശങ്കയില്ലാതെ പറയാണ്. ഒന്ന്, അത് പിരമിഡാണ്. പിരമിഡ് ഒന്നും ചെയ്യാതെ 5000 വർഷം പിരമിഡ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ അപ്പോൾ അടുത്ത വാദം വരുന്നത് പിരമിഡ് വെള്ളത്തിലല്ല, വെള്ളത്തിൻ്റെ തള്ളലില്ല എന്ന് പറയുന്നു. അതിന് ഉള്ള 3 മാർഗങ്ങൾ. ഒന്ന്, അടിത്തറ വിസ്തൃതി കൂട്ടിയത്.
വീണ്ടും കോൺക്രീറ്റ് ചെയ്തത്, ഭാരം കൂട്ടിയത്, ഉരുക്ക് കേബിൾ ഉപയോഗിച്ചത്. ഇത് മൂന്നും ചെയ്തതുകൊണ്ട് മനോജ് ഉറപ്പിച്ച് പറയുന്നു, മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല. കാരണം അതിന് തകരാനാവില്ല. മുല്ലപ്പെരിയാറിന് തകരാനാവില്ല, അതുകൊണ്ടാണ് തകരാത്തത്. അല്ലാത്ത വെള്ളത്തിൻ്റെ തള്ളലില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കാലപ്പഴക്കവുമല്ല. ഒരിക്കലും ഇറ്റ്സ് എ പിരമിഡ്. അതുകൊണ്ട് ഇതിന് തകരാൻ കഴിയില്ല. അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഡിസൈനാണ്. പിരമിഡ് ആകൃതിയിലുള്ളതാണ്. പിരമിഡ് തകർന്നാലും അതിൻ്റെ ഭാരം കുറയണമെന്നില്ല. വേസ്റ്റ് കേസ് സെനാറിയോ, ഏറ്റവും മോശപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരിക്കട്ടെ വെള്ളത്തിൻ്റെ, അതെല്ലാവരും പറയുന്നതാണ്. അവിടെ ഇടുക്കി ഭൂകമ്പ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഏറ്റവും മോശപ്പെട്ട സാഹചര്യം, ഒരു ഭൂകമ്പം ഉണ്ടാകും. അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി എന്ന് കരുതുക. നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിത കൽക്കൂമ്പാരം, അതായത് ഡാം അല്ലേ, വ്യവസ്ഥാപിതമായി അടുക്കി വെച്ച കൽക്കൂമ്പാരമാണ് ഈ ഡാം, ഈ പിരമിഡാണ്. അത് പോയി ഒരു സാധാ കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും. നമ്മൾ പറഞ്ഞില്ലേ, ഒരു പിരമിഡ് തകർന്നു വീണാൽ മറ്റൊരു പിരമിഡായിട്ടേ വീഴൂ. വ്യവസ്ഥാപിതമായ ഒരു പിരമിഡ് തകർന്ന് വ്യവസ്ഥാപിതമല്ലാത്തൊരു പിരമിഡ് ഉണ്ടാവും. മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും ആ ഡാം പൊളിഞ്ഞു വീണിട്ടും അവിടെ അത് ഡാമായി തന്നെ ഉണ്ടാവും. അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി എന്ന് കരുതുക. നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും. തീർച്ചയായും അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തകർന്നു പോയാൽ പിന്നെ ഡാം ഉപയോഗിക്കാൻ പറ്റില്ല. തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും. കാരണം അതിനുള്ള ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റ് സംവിധാനങ്ങളും തകരും. അപ്പോഴോ അത് തന്നെയല്ലേ നിങ്ങൾ അപ്പോൾ ചോദ്യം വരും, ഇത് തന്നെയല്ലേ പറഞ്ഞു ഇത് തകരും, തകർന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് പോരില്ലേ. നമ്മൾ പറയുന്നത് 5 മണിക്കൂർ കൊണ്ട് കൊച്ചി വെള്ളം വരും എന്നാണ് പറയുന്നത്. അതെ, അതിന് മനോജൊരു മറുപടി പറയുന്നുണ്ട്. ഡാമിലെ വെള്ളം മുഴുവൻ 5 മണിക്കൂർ കൊണ്ട് വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മനോജ് എഴുതി വച്ചിരിക്കുന്നത്. ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കുത്തിയൊലിച്ച് വന്ന് രാത്രിക്ക് രാത്രി മധ്യ കേരളം മുങ്ങിപ്പോവുകയൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്. അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമല്ലെങ്കിലും ആണെങ്കിലും അതാണ് സത്യം അല്ലേ? അതാണ് സത്യമെന്ന് മനോജ് ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ അവബോധമുള്ള ശാസ്ത്ര പഠനങ്ങൾ നടത്തുന്ന ഒരു ഡോക്ടറായിട്ടുള്ള ആൾ പറയുന്നു. അദ്ദേഹം ഇയാൾ പല്ല് ഡോക്ടറല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എനിക്ക് വ്യക്തിപരമായി പരിചയം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം BDSന് പഠിച്ചിരുന്നു എന്ന് കാണുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ കാണുന്നത് വെറുതെ ഒരു FB പോസ്റ്റ് എടുത്തിട്ട് രാവിലെ വന്നിരുന്നു ഒരു പണിയില്ലാതെ സിനുജിയും സുനിലും കൂടെ കത്തിവെക്കുകയാണെന്ന് പ്രേക്ഷകർ കരുതരുത്. നിങ്ങൾക്ക് നോക്കാം, മനോജ് ബ്രൈറ്റ് ആ പ്രൊഫൈൽ നോക്കൂ. അദ്ദേഹം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് വിഷയങ്ങളിൽ അവഗാഹമായ നിരീക്ഷണം നടത്തി വളരെ വൈജ്ഞാനികമായ റഫറൻസും ഒക്കെ നടത്തിയിട്ടാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ആശങ്കയാണ്, തർക്കമൊന്നുമില്ല. ഡാം തകരാതിരിക്കാം എന്ന് പറയുന്ന 2 സിദ്ധാന്തങ്ങളുണ്ട്. തകരുമെന്നുള്ള ആശങ്കാവാദത്തിനാണ് കൂടുതൽ ബലവും പോപ്പുലാരിറ്റി. പക്ഷേ നമ്മൾ പറയുമ്പോൾ ആശങ്കകൾ മാത്രം മതിയോ? അപ്പോൾ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നൊരു ആശങ്കയുണ്ട്. ആശങ്കയെപ്പോലെ തന്നെ വളരെ പ്രബലമായ 2 ആശങ്കകൾ. ഒന്ന്, മുമ്പൊരിക്കലൊരു പഠനം ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ ഭൂമി കുലുക്കം ഉണ്ടാവുകയാണെങ്കിൽ ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലം കൊച്ചിയാണ്. ഭൂമി കുലുക്കം ഉണ്ടാകാൻ അങ്ങനെ സ്റ്റഡി റിപ്പോർട്ടുണ്ട്. ഞാനത് സംബന്ധിച്ച് ആ റിപ്പോർട്ട് ഒരു 10 വർഷം മുമ്പ് കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൗമുദിയിലായിരിക്കുമ്പോൾ കൊച്ചി ഒന്ന് കുലുങ്ങി ഉറച്ചാൽ എന്നായിരുന്നു എൻ്റെ തലക്കെട്ട് പോലും. അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്, പഠനമുണ്ട്. നമുക്കറിയാം, ഫോർട്ട് കൊച്ചി ബീച്ചല്ലേ കേരളത്തിലെ ഏറ്റവും മനോഹരമായ, കോവളം കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചുകളിലൊന്നാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ആ ബീച്ച് ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? ബീച്ചില്ല, പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ഒരു 3-4 കിലോമീറ്റർ ബീച്ച് ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിലൊരു സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട്, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു സ്കൂളുണ്ട്, LP സ്കൂള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ആ സ്കൂളിൻ്റെ ആളുകളൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ സ്കൂളിലെ കുട്ടികളുമായിട്ട് ടൂറിന് പോകുമ്പോൾ 4-5 അധ്യാപകരേ ഉള്ളൂ, 10, 100, 120 കുട്ടികളുമുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ പോകണല്ലോ, അപ്പോൾ നമ്മളെയൊക്കെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ ടൂറിന് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ മാല ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കളിച്ചപ്പോൾ പോയി. അന്ന് 1.5 കിലോമീറ്റർ ഞങ്ങൾ പരതിയിട്ടുണ്ട്. ഇന്ന് ആ 1.5 കിലോമീറ്റർ പോയിട്ട് 10 അടിയില്ല ഫോർട്ട് കൊച്ചി ബീച്ച് അല്ലേ. കടല് ആ പുലിമുട്ടിനോട് ചേർന്നാണ്. എവിടെ പോയി ആ കര നേരെ പുതുവൈപ്പിൽ വന്നിട്ട് അവിടെ പുതിയ കരയുണ്ടായി. ഞാൻ എറണാകുളത്ത് മാധ്യമപ്രവർത്തനമായി 97 വരുമ്പോൾ എറണാകുളത്ത് പുതുവൈപ്പ് എന്നുള്ള ഒരു കരയില്ല, പുതുതായി ഉണ്ടായി വന്നതാണ്. പുതുവൈപ്പിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ ഉണ്ടായി വന്നതാണ്. ആണോ?
ഇപ്പോൾ നിങ്ങൾ പോകുന്ന പുതുവൈപ്പിൻ്റെ LNG ടെർമിനൽ അതോ ഇതൊക്കെ ആയിട്ട് നമ്മുടെ വലിയൊരു വ്യാവസായികമായ വലിയൊരു അടയാളം, കൊച്ചിയുടെ ഒരു പുരോഗതിയുടെ അടയാളമായിട്ട് പുതുവൈപ്പിൻ ഇപ്പുണ്ട്. അവിടെയാണ് LNG ടെർമിനൽ, അറിയാമല്ലോ. അവിടെ നാളെ കടൽ തീരുമാനിക്കുക ഇതെടുത്ത് തിരിച്ച് പോട്ട് വെച്ച് വെച്ചേക്കാന്ന് പറഞ്ഞാൽ പോയി. അതുപോലെ അതിനേക്കാൾ കൂടുതൽ ആശങ്കയുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ വൈറ്റില മുതൽ, വൈറ്റില ജംഗ്ഷൻ അറിയാലോ, കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ ആയിരുന്നു വൈറ്റില. പഴയ വൈറ്റില റൗണ്ടാനൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ വന്നപ്പോൾ അതൊക്കെ മാറി. പഴയ വൈറ്റില അറിയാവുന്ന പ്രേക്ഷകർക്ക് അറിയാം, അത് കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ ആയിരുന്നു. അതെ, ആ വൈറ്റിലേക്ക് വലിയൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ നടുക്കൊരു ട്രാഫിക് ഐലൻഡും ഒക്കെ ആയിട്ട്. അത് ഒരു 10 വർഷത്തിനപ്പുറത്താണ്. അപ്പോൾ അവിടെ വരെ കടലായിരുന്നു. ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ ഷൺമുഖം റോഡ്, മറൈൻ ഡ്രൈവിൽ പോകുന്ന റോഡിൻ്റെ പേര് ഷൺമുഖം റോഡാണ്. അവിടെ സീലോഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. സീലോഡ് ശ്രീധർ തിയേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് സീലോഡ്. കൊച്ചിയിലെ ഏറ്റവും വലിയ ലക്ഷൂറിയസ് ഹോട്ടലായിരുന്നു. പ്രേം നസീർ വന്ന് അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. പ്രേം നസീർ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അദ്ദേഹം വന്ന താമസിച്ച് സീലോഡിലായിരുന്നു. സീലോഡിൻ്റെ തൊട്ട് മുന്നിൽ റോഡാണിപ്പോൾ. അവിടെ ഒരു മീഡിയനുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വരെ കടലായിരുന്നു. അതായത് പ്രേം നസീർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ സീലോഡിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കടൽ കാണുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ അവിടെ 2 വരി 10-70 മീറ്ററുള്ള റോഡ്, അത് കഴിഞ്ഞ് വലിയ കെട്ടിടങ്ങൾ അല്ലേ, ഫെഡറൽ ബാങ്കിൻ്റെയും GCDയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ മറൈൻ വാക്ക്വേ, അതെല്ലാം കഴിഞ്ഞിട്ട് കായൽ, ആ കായലും കഴിഞ്ഞിട്ടാണ് കടലുള്ളത്. അപ്പോൾ ആ കടൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. കടലും കായലും ഇവിടെ വരെ. എറണാകുളത്ത് ഷൺമുഖം റോഡൊക്കെ കടലിനടിയിലായിരുന്നു. അപ്പോൾ കായലിൻ്റെ ഓരത്തായിരുന്നു. അതിനു മുമ്പ് കടൽ വൈറ്റില വരെ ഉണ്ടായിരുന്നു. ഇനി കടൽ 100-600 വർഷം മുമ്പ് കടൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കടൽ തീരുമാനിക്കുകയാണ് നാളെ വരണോ, ഞാൻ നാളെ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചാൽ കടൽ വരും. അപ്പോൾ ഇത് പ്രകൃതി എന്ന് പറയുന്നത് നിസ്സാര എപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത സുനാമി വരുമെന്ന് പറയാം. സുനാമി വരും എന്ന് ചിലപ്പോൾ ഇപ്പോൾ സുമാത്ര ദ്വീപിൽ ഉണ്ടായ ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ സുനാമി ഉണ്ടായത്. സുമാത്രയിൽ ഭൂകമ്പം ഉണ്ടായി, നമുക്കറിയാൻ പറ്റി. നമുക്ക് അത് ഇവിടെ എത്താൻ, ആ തിരകൾ, സുനാമി രാക്ഷസ തിരകൾ ഇവിടെ എത്താൻ എത്ര സമയമെടുക്കും നമുക്കറിയാം. അതിനുള്ളിൽ നമുക്ക് എവിക്റ്റ് ചെയ്യാൻ പറ്റും. ഓഖി കൊടുങ്കാറ്റ് പോലുള്ള കൊടുങ്കാറ്റ് വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. നമ്മുടെ ആളുകളെ ഒറീസയിലൊക്കെ ഇത്തരം മുന്നറിയിപ്പുകൾ കിട്ടിയിട്ട് ഒരൊറ്റ മനുഷ്യൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഒറീസയിലേക്ക്. നവീൻ പട്നായിക്കിൻ്റെ കാലത്ത് ഈ കേന്ദ്രം കൊടുക്കുന്ന അറിയിപ്പ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള തർക്കത്തിനിടയ്ക്കുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടത്തെ വിവാദ വിഷയം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഏതായാലും പ്രകൃതി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആശങ്ക എന്ന് പറയുന്നത് കൊച്ചിയിലുള്ളവർ മുല്ലപ്പെരിയാർ പൊട്ടി ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത് പോലെ തന്നെ കൊച്ചിയിലുള്ളവരെന്ത് ചെയ്യും? ഈ എറണാകുളം നഗരത്തിൽ താമസിക്കുന്നവർ കടൽ കയറി വന്നാലോ? മുല്ലപ്പെരിയാർ ചിലപ്പം ഒരു സാങ്കേതിക പരിശോധനയൊക്കെ നടത്തിയിട്ട് ഇത് 10 വർഷം അല്ലെങ്കിൽ 25 വർഷം 50 വർഷം സേഫാണെന്ന് ടെക്നിക്കലി പറയാം. കടൽ വരുമോ ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ മുല്ലപ്പെരിയാറിനേക്കാളും വലിയ ആശങ്കയുണ്ട് മറൈൻ ഡ്രൈവിലും MG റോഡിലും വൈറ്റിലയിലും കടവന്ത്രയിലും കല്ലൂരും ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക്. നമ്മൾ സ്റ്റുഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, കടലിൽ വന്നാൽ എന്ത് ചർച്ച. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ആശങ്കകൾ പ്രകൃതിയാണ്. ആലുവ പുഴ തിരിഞ്ഞൊഴുങ്ങിയിട്ടല്ലേ ഇപ്പോഴത്തെ ആലുവ ഉണ്ടാവുന്നത്, കരയായിട്ട് വന്ന സ്ഥലം. അപ്പോൾ പ്രകൃതി അങ്ങനെയാണ്. ഈ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായി മഴ പുഴയെയും കൂട്ടി വന്നു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് നമ്മുടെ പ്രവചനങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ പേരുള്ള ആശങ്കകൾ ദൂരീകരിക്കേണ്ട സർക്കാരാണ്. പക്ഷേ സർക്കാർ ഈ ഫലപ്രദമായി നിങ്ങൾ പേടിക്കേണ്ട എന്ന് സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ആശങ്ക ഇങ്ങനെ നിലനിന്നോട്ടെ എന്ന് സർക്കാരുകളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിന് മാത്രമാണോ നാശം ഉണ്ടാകുക? തമിഴ്നാട് പിന്നെ എങ്ങനെ ജീവിക്കും? വലിയ പ്രശ്നമാണ്. ജില്ലകൾക്ക് തമിഴ്നാട് സംസ്ഥാനം നശിച്ചു പോകും. അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ തമിഴ്നാടിന് എങ്ങനെയെങ്കിലും ഇത് പൊട്ടി കേരളത്തിലെ മുഴുവൻ ആളുകളും നശിച്ചു പോകണം എന്ന് തമിഴ്നാട് ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ രാജ്യവിരുദ്ധനോ കേരള വിരുദ്ധനോ ഒക്കെ ആയിരിക്കും. പക്ഷേ മുല്ലപ്പെരിയാർ നിലനിൽക്കേണ്ടത് നമ്മളെപ്പോലെ തന്നെ തമിഴ്നാടിൻ്റെ ആവശ്യമാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടും എന്ന ആശങ്കയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാറിൽ നിന്നും അതിൻ്റെ പരിസരത്ത് നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴേക്കുള്ള ആളുകൾ മുഴുവൻ അവിടം വിട്ട് മാറി താമസിക്കാത്തത്? ആരും പോകുന്നില്ല. വേറെ ഗതിയില്ലാത്തതുകൊണ്ടാന്ന് പറയാം. വിറ്റൂടെ? അല്ല, ഞാൻ ഇതിൻ്റെ പേരിൽ സൈബർ ബുള്ളിങ് നടത്തരുത്, അതിനുവേണ്ടി പറയല്ല. അത്ര വലിയ ആശങ്കയുണ്ടെങ്കിൽ നമുക്കിത് വിറ്റുപെറുക്കി വേറെ സ്ഥലത്ത് പോയിക്കൂടെ? നമ്മൾ റെഡിയല്ല. ഇപ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ കടൽ കയറി വരുമെങ്കിൽ ഇവിടെ വിറ്റുപെറുക്കി പോയിക്കൂടെ? ആരെങ്കിലും പോവില്ല. ഈ കൊച്ചിയിലെ ഇതൊന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചു ഞാൻ പോയി ഈ ഈരാറ്റുപേട്ട താമസിക്കാൻ പോവാം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി പോയി താമസിക്കാൻ പോവാം എന്നാരെങ്കിലും തീരുമാനിക്കുമോ? ഇല്ല. അപ്പോൾ മനുഷ്യന് ഇതൊക്കെ ബേസിക് എമ്യൂണിറ്റീസ് എന്നതിൽ ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനപരമായി ഈ വിഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ആശങ്കകൾ കൂടെയുണ്ട്. ഉള്ള ആശങ്കകൾ കൂട്ടാതിരിക്കട്ടെ, മുല്ലപ്പെരിയാർ പൊളിയാതിരിക്കട്ടെ, ഒരാളും അപകടത്തിൽ പെടാതിരിക്കട്ടെ. നമുക്ക് കേരളത്തിൽ സമാധാനമായി
സ്വസ്ഥമായി ജീവിക്കാൻ കഴിയട്ടെ. എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവരുത്. പൊട്ടുമോ ഇല്ലയോ എന്ന് മനോജ് ബ്രൈറ്റ് പറഞ്ഞത് വിശ്വസിക്കേണ്ട. നമ്മൾ പറയുന്നു, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ രണ്ട് വാദവും പറയും. പൊട്ടു എന്നുള്ള വാദവും പറയുന്നുണ്ട്, പൊട്ടത്തില്ല പറയുന്നത് നമ്മുടെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ രണ്ടും പറയുന്നത് എങ്ങനെയാണ്? രണ്ട് വെർഷനും പറയുകയാണ്. അതെ, അതല്ലേ ചെയ്യേണ്ടത്? രണ്ട് ഭാഗവും നമ്മൾ പറയുന്നു. ജനങ്ങൾക്ക് കൃത്യമായ ഒരു അഭിപ്രായം സ്വാംശീകരിച്ചെടുക്കാം, സ്വീകരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട പങ്ക് സർക്കാരിനാണ്. സർക്കാർ ഇതിനകത്ത് കള്ളക്കളി കളിക്കരുത്. ഡാം പൊട്ടുമെങ്കിൽ പൊട്ടും എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വയനാട് ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ച് മുല്ലപ്പെരിയാറിൻ്റെ ഈ വൃഷ്ടിപ്രദേശമല്ലല്ലോ, വൃഷ്ടിപ്രദേശം വേറെയാണ്, മഴ കിട്ടുന്ന പ്രദേശമാണ്. മുല്ലപ്പെരിയാർ തകർന്നാൽ അതിൻ്റെ ഡാമേജസ് ഉണ്ടാകാൻ പറ്റുന്ന സ്ഥലത്തെ ആളുകൾക്ക് എന്തെല്ലാം റെസ്ക്യൂ ഓപ്പറേഷൻസ് വേണം, എന്തെല്ലാം മുൻകരുതലുകൾ വേണം, ഇതൊക്കെ സർക്കാർ ഗൗരവത്തിൽ ആലോചിക്കണം. അല്ലാതെ വെറുതെ രാഷ്ട്രീയ പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല. പൊട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പൊട്ടുമെന്നാണ് കേരള സർക്കാരിൻ്റെ ബോധ്യമെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യം സർക്കാരിനുണ്ടെങ്കിൽ സർക്കാർ അത് ഇപ്പം തന്നെ ചെയ്യണം. അല്ലാതെ കേന്ദ്രം അന്നേരം പറയരുത് കേന്ദ്രം സമയത്ത് അറിയിപ്പ് തന്നോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലല്ല വേണ്ടത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ വലിയ ആശങ്കയായി വരുന്നുണ്ട്. അത് ദൂരീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനാണ്. അതിന് അപകട സാധ്യതയുണ്ടെങ്കിൽ മിനിമം പുലർത്തേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെങ്കിലും അടിയന്തരമായി ഈ മേഖലയിലെ ജനങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കാനില്ല, യു സ്റ്റേ ദെയർ എന്ന് സർക്കാർ പറയണം. അല്ലാതെ സർക്കാർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന നിലപാട് ശരിയല്ല. മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഇനിയും രൂക്ഷമായ ചർച്ചകൾ നടക്കും. അത് വലിയ വിഭാഗീയതയായി മാറും. ശബരിമല സീസണൊക്കെ വരുമ്പോൾ തമിഴന്മാരോട് ദേഷ്യമാവും, തമിഴന്മാർ നമ്മളെ കൊല്ലുന്നു, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവിഷയവും ദ്വേഷത്തിൻ്റെ കാരണമാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു ധവളപത്രം ഇറക്കണം. ശരിയല്ലേ? ആവശ്യമാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഒരു ധവളപത്രം ഇറക്കണം. അതാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.